കീം 2025 ലാസ്റ്റ് 20 ഡേയ്സ് സ്റ്റഡി പ്ലാനാണ് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ കാണുന്നതിൻ്റെ മുന്നേ ഞാൻ ഓൾറെഡി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ ഇനി ഇങ്ങോട്ട് വരിക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നേരെ പോകാം. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇനി കീമിന് ഏകദേശം കഷ്ടിച്ചൊരു 20 ദിവസമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആദ്യം മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഉണ്ട്. അതിന് ശേഷം നമ്മൾ ടൈം ടേബിൾ പറഞ്ഞുതരും, അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ പറഞ്ഞുതരും. അപ്പോൾ കൃത്യമായിട്ട് കാണാം. ആദ്യം നമുക്കിത് പറയാം. നിങ്ങൾ കീം പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനിയുള്ള 20 ഡേയ്സ് ഏകദേശം നിങ്ങളുടെ കഴിഞ്ഞു. ഈ 20 ഡേയ്സിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം ഫോർമുല, റിവിഷൻ, പ്രോബ്ലംസ്, മോക്ക് ടെസ്റ്റ്, സ്കിപ്പ്, ടഫ് ടോപ്പിക്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പം പുതിയ ടോപ്പിക് എടുത്ത് പഠിച്ച് സമയം കളയണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, പുതിയ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പം വളരെ പുതിയതായിട്ട് എന്ന് വെച്ചാൽ അത്യാവശ്യം അറിയുന്നതാണ് വീണ്ടും പഠിച്ചു തുടങ്ങിക്കോളൂ. പക്ഷേ തീരെ താല്പര്യമില്ല, ആ ചാപ്റ്റർ തീരെ പഠിച്ചില്ല, പക്ഷേ അത് ഇനി പഠിക്കട്ടെ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഡിഫിക്കൽട്ടായിട്ട് ടോപ്പിക്സ് ഇനി പഠിച്ച സമയങ്ങൾ, ഇനിയുള്ള സമയം നിങ്ങൾ നല്ലോണം അറിയുന്ന ടോപ്പിക്സിൻ്റെ ഫോർമുല നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം നല്ലോണം അറിയുന്ന ചാപ്റ്റർ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അറിയുന്ന ചാപ്റ്റർ ഉണ്ടാവും, അത് നല്ലോണം പഠിക്കുക. പിന്നെ വളരെ കുറച്ചറിയുന്ന ചാപ്റ്റർ അതും ഒന്ന് ട്രൈ ചെയ്യുക സമയം ഉണ്ടെങ്കിൽ. തീരെ അറിയാത്ത ചാപ്റ്റർ എന്ത് ചെയ്യുക, ലീവ് ചെയ്യുക ഇനിയുള്ള സമയത്ത്. പിന്നെ ഈ പഠിക്കുന്ന ഫോർമുല നന്നായിട്ട് റിവിഷൻ ചെയ്യുക, അടിപൊളിയായിട്ട് റിവിഷൻ ചെയ്യുക. കൂട്ടത്തിൽ എന്ത് ചെയ്യുക, പ്രോബ്ലംസ് ചെയ്യുക. പ്രോബ്ലംസ് നിങ്ങൾ കീമിൻ്റെ മാത്രം ഇൻക്ലൂഡ് ചെയ്യേണ്ട, നീറ്റിൻ്റെ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതേപോലെ തന്നെ കീമിൻ്റെ പ്രോബ്ലംസ്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ലൈവ് സെഷൻസ്, യൂട്യൂബിൽ ഒരുപാട് ലൈവ്സ് ഇടുന്നുണ്ട്. ഒരു ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അവരുടെ ലൈവ്സ് കാണുക. എന്ത് ചെയ്യുക, അതും ഇങ്ങനെ അടിച്ചാൽ കീം 2025 ലൈവ് ക്ലാസ്സിന് അടിച്ചാൽ വരും ഒരുപാട് ലൈവ്. അത് കാണുക, അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുക. നല്ല സ്റ്റിഫായിട്ടുള്ള ഷോർട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ നിങ്ങൾ ചെയ്താലും ഈ ഒരു സംഭവം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പഠിക്കുന്നതിന് ഒരർത്ഥമില്ല. മോക്ക് ടെസ്റ്റ് ഡെയിലി നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതി പോയിക്കോ. ഡെയിലി എന്ന് പറഞ്ഞാൽ ഡെയിലി മോക്ക് ടെസ്റ്റ് എഴുതിക്കോ. മോക്ക് ടെസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ കീമിൽ പെട്ടു. മോക്ക് ടെസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മോക്ക് ടെസ്റ്റ് എഴുതിയാൽ കിട്ടുന്ന കോൺഫിഡൻസ്, ഇനിയിപ്പോൾ മോക്ക് ടെസ്റ്റ് എഴുതിയിട്ട് 0 മാർക്ക് കിട്ടാനും കുഴപ്പമില്ല. മോക്ക് ടെസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുക. മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പെർഫോമൻസ് എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്ത് പോവുക. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് പറഞ്ഞത്. ഇനി നമുക്ക് ടിപ്സും അല്ലെങ്കിൽ സ്റ്റഡി പ്ലാനിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്ത ലിങ്കും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കീമിൻ്റെ പ്രിപ്പറേഷൻ കാര്യങ്ങൾ, അതേപോലെ തന്നെ കീമിന് എങ്ങനെ ഇനിയുള്ള ലാസ്റ്റ് ഡേയ്സ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ് ടിപ്സ് കോളേജ് ദോസ്തിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ബോട്ടിന് ലഭിക്കും. അതേപോലെ തന്നെ കീമിൻ്റെ റിസോഴ്സ്, കീമിന് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, എക്സാം പാറ്റേൺ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്ത ലിങ്കും വെച്ച് നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്താൽ ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. സോ എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇത് യൂസ് ചെയ്യുക. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് സ്റ്റഡി പ്ലാനാണ്. അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു, നിങ്ങളൊരു 6 മണിക്ക് എണീക്കുക. സോ ഓക്കെ, നിങ്ങൾ ഈ സ്റ്റഡി പ്ലാൻ എങ്ങനെ ഫോളോ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങളൊരു 6 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ തലേ ദിവസം പഠിച്ച സാധനം ഒന്ന് റിവൈസ് ചെയ്യുക ആദ്യം. ഓക്കെ, തലേ ദിവസം പഠിച്ച മൊത്തം റിവൈസ് ചെയ്യുക. പിന്നെ ഒരു 7 മണിക്ക് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. 7 to എന്ത് ചെയ്യുക, ഈ 7 to 9 നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. എന്താണ് പുതിയ ടോപ്പിക്, പുതിയ കാര്യങ്ങൾ പഠിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, 10 പിന്നെ ഒരു 9 to 10 ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തിട്ട് 10 to 12 എന്ത് ചെയ്യുക, നിങ്ങൾ വീണ്ടും നിങ്ങളുടെ വർക്കിലോട്ട്. ഈ പഠിത്തം എന്ന് പറയുമ്പോൾ വെറുതെ വായിച്ച് പഠിക്കില്ല, പ്രോബ്ലം ചെയ്ത് പഠിക്കുക എന്ന് എല്ലാവർക്കും അറിയാം. പ്രോബ്ലം ചെയ്ത് തന്നെ പഠിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ നല്ലൊരു ബ്രേക്ക് എടുത്തിട്ട് 2 മുതൽ 4 മണി വരെ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക് എടുക്കുക. അപ്പോൾ ഇതിൽ വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആദ്യം നിങ്ങൾക്ക് വേണം ഫിസിക്സ് എടുക്കാം, പിന്നെ വേണം കെമിസ്ട്രി എടുക്കാം, പിന്നെ വേണം മാത്സ് എടുക്കാം. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 സബ്ജക്റ്റ് എടുക്കാം. രാവിലെ ഫിസിക്സ് പഠിക്കുന്നു, രാവിലെ മാത്സ് പഠിക്കുന്നു, ഉച്ചയ്ക്ക് ഫിസിക്സ് പഠിക്കുന്നു, വീണ്ടും മാത്സ് പഠിക്കുന്നു. കാരണം 3 സബ്ജക്റ്റ് ചിലപ്പോൾ ചിലവർക്ക് പഠിക്കാനുള്ള ടൈം ഉണ്ടാവില്ല, അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇനിയുള്ള സമയത്ത് 2 സബ്ജക്റ്റ് നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്യുക. മാത്സ് എന്തായാലും പഠിക്കണം, കൂട്ടത്തിൽ ഫിസിക്സ് ഓർ കെമിസ്ട്രി നല്ലോണം സെലക്ട് ചെയ്യുക. എല്ലാം കൂടി പഠിക്കാൻ പറ്റാത്ത കുട്ടികളോടാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, 5 മണിക്ക് എന്ത് ചെയ്യുക, ഒരു റിവിഷൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. 5 മണിക്ക് ഒരു നല്ല അടിപൊളി റിവിഷൻ അങ്ങോട്ട് തുടങ്ങുക. അതിൽ ഫുള്ള് കവർ, റിവിഷൻ ഫേസ് 1 എന്നാണ് ഞാൻ വിളിക്കുന്നത്. അതിനുശേഷം നിങ്ങളൊരു 7 മണിക്ക് എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്തുക. 7 മണിക്ക് മോക്ക് ടെസ്റ്റ്. ഈ മോക്ക് ടെസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കീം എക്സാം നടക്കുന്ന സമയം, എന്ന് വെച്ചാൽ കീം എക്സാം ഇപ്പോൾ രാവിലെ 10 to 12 നടക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ 2 to 5 നടക്കുന്നതായിരിക്കും, അങ്ങനത്തെ ടൈമിൽ നടക്കുന്നതായിരിക്കും. ആ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി എഴുതാം. വീട്ടിൽ എല്ലാ ദിവസവും ആ സമയത്ത് എഴുതാം. എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എഴുതാം. അപ്പോൾ 7 മണിക്ക് എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ഡെയിലി എഴുതുക. 9 മണിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ആ മോക്ക് ടെസ്റ്റിന് റിവ്യൂ ചെയ്യുക. എവിടേക്കാണ് തെറ്റിപ്പോയത്, എന്തൊക്കെയാണ് മോക്ക് ടെസ്റ്റിൽ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്, എവിടേക്കാണ് ഞാൻ മിസ്റ്റേക്ക് വരുത്തി നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരു 11 മണിക്ക് നാളെ എന്ത് പഠിക്കണം, നാളെ എന്ത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും പിറ്റേ ദിവസം രാവിലെ എണീച്ച് തലേ ദിവസം പഠിച്ച മൊത്തം റിവിഷൻ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ലാസ്റ്റ് 20 ദിവസം
ഏറ്റവും ബെസ്റ്റ് പോസിബിൾ വേയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സത്യം പറയില്ല അത്യാവശ്യം നല്ല നിങ്ങളുടെ എഫേർട്ട് ഏറ്റവും ബെസ്റ്റ് രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എഫേർട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇതിനും ബെസ്റ്റ് ഐഡിയ ഒരുപാട് കുട്ടികളുടെ കയ്യിലുണ്ടാകും. നിങ്ങൾക്ക് വേണം അത് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് വേണം അത് കമൻറ്റ് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു ആസ്പെക്ട്സിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ പോയാൽ നല്ല എന്താ പറയുക അത്യാവശ്യം നിങ്ങളുടെ മാക്സിമം എഫേർട്ടിനുള്ള മാക്സിമം ബെനിഫിറ്റ് കിട്ടും. എത്ര റാങ്ക് കിട്ടുന്നതെന്ന് പറയാൻ എനിക്ക് പറ്റില്ല, കാരണം അത് വളരെ ഫേക്ക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് പറയാൻ പറ്റില്ല. നിങ്ങൾ ഇടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് രീതിയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ട്രൈ ചെയ്യേണ്ടവർക്ക് ട്രൈ ചെയ്യാം. ഇനിയുള്ള 20 ദിവസം നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്താൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും, ഉറപ്പാണ്. സോ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടിനും കമൻറ്റ് ചെയ്യുക, മാക്സിമം ചാനൽ ഷെയർ ചെയ്യുക. കീം 2025 നിങ്ങൾ കോളേജിൽ കയറി അഡ്മിഷൻ എടുത്ത് പഠിച്ച് തുടങ്ങുന്നവരെ ഈ ചാനൽ ഉണ്ടാവും. അതിനുശേഷം എന്നെ മിസ്റ്റർ എഞ്ചിനീയർ എന്ന് പറഞ്ഞ ചാനൽ ഉണ്ടാവും നിങ്ങളുടെ KTU അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ബിടെക്കിൻ്റെ. സോ താങ്ക് യു.